ഭാഗ്യം തേടി ലോട്ടറി കടയിൽ പോകുന്നവരാണ് നമ്മളിൽ പലരും. എന്നാൽ അതിനായി കോടതി കയറിയിറങ്ങിയവരെ കണ്ടിട്ടുണ്ടോ? ക്രിസ്മസ് ബമ്പറായ 20 കോടി രൂപ തട്ടിയെടുക്കാൻ നിയമ പോരാട്ടം നടത്തിയ ഒരാളുടെ കഥയാണിത്. പിറമ സ്വദേശിയായ റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥനാണ് തനിക്ക് ലോട്ടറി അടിച്ചെന്ന അവകാശവാദവുമായി ഹൈക്കോടതിയെ സമീപിച്ചത്. എന്നാൽ സജിമോൻ്റെ ഹർജി തള്ളിയ കോടതി യഥാർത്ഥ ഭാഗ്യശാലിക്ക് സമ്മാനത്തുക കൈമാറാൻ അനുമതിയും നൽകി. പിറവ സ്വദേശിയായ റിട്ടയർഡ് SI സജിമോനാണ് ക്രിസ്മസ് ബമ്പർ അടിച്ചെന്ന് ചൂണ്ടിക്കാട്ടി ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. എന്നാൽ യഥാർത്ഥ ഉടമസ്ഥർ ഹാജരാക്കിയ ടിക്കറ്റിന്റെ വിശദാംശങ്ങൾ ലോട്ടറി വകുപ്പ് കോടതിയിൽ സമർപ്പിച്ചിരുന്നു. ഇത് പരിശോധിച്ച ശേഷമായിരുന്നു കോടതി സജിമോന്റെ ഹർജി തള്ളിയത്. ശാസ്ത്രീയമായ പരിശോധനയടക്കം നടത്തിയാണ് ലോട്ടറി വകുപ്പ് വിശദമായ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചത്. ശാസ്ത്രീയ പരിശോധനയിൽ സജിമോൻ പറഞ്ഞതുപോലുള്ള തെളിവുകൾ കണ്ടെത്താനായിട്ടില്ലെന്നും സർക്കാർ അറിയിച്ചു. ഇത് അംഗീകരിച്ച കോടതി സജിമോന്റെ ഹർജി തള്ളുകയായിരുന്നു. ഒപ്പം തന്നെ സമ്മാനത്തുക വിതരണം ചെയ്യുന്നതിന് ഏർപ്പെടുത്തിയിരുന്ന വിലക്കും നീക്കി. ടിക്കറ്റ് കൈമാറുന്നതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളെ തുടർന്ന് ഏറെ നാളായി അനിശ്ചിതത്വത്തിലായിരുന്ന സമ്മാനത്തുക വിതരണം ഇതോടെ വേഗത്തിലാകും. XC138455 എന്ന നമ്പറിനായിരുന്നു ഒന്നാം സമ്മാനം ലഭിച്ചത്. കോട്ടയം കാഞ്ഞിരപ്പള്ളി ബസ് സ്റ്റാൻഡിനടുത്തുള്ള കടയിൽ വിറ്റ ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനം ലഭിച്ചത്. കാഞ്ഞിരപ്പള്ളി ന്യൂ ലക്കി സെന്റർ എന്ന കടയിലാണ് ഒന്നാം സമ്മാനത്തിന് അർഹമായ ടിക്കറ്റ് വിറ്റത്. എന്നാൽ ക്രിസ്മസ് ബമ്പറിന്റെ യഥാർത്ഥ വിജയി ഇനിയും പേര് പരസ്യമാക്കിയിട്ടില്ല. ന്യൂസ് 18 കൊച്ചി.